എൻ്റെ പാർട്ട്ണർ ഞാൻ പറയുന്ന അഭിപ്രായങ്ങളൊന്നും കേൾക്കാറേ ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം വരുവാണെങ്കിൽ ആൾ തന്നെ ഡിസൈഡ് ചെയ്യും. ഇതിനകത്ത് ഞാനൊരു മിഡിൽ ഗ്രൗണ്ട് സജസ്റ്റ് ചെയ്യാനോ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും പറയാനോ ശ്രമിക്കുമ്പോൾ എന്നാൽ പിന്നെ നീ നിനക്ക് ഇഷ്ടമുള്ളതും കാണിച്ചു എന്തിനാ എന്നോട് ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന് എൻ്റെ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും പറയാൻ തന്നെ മടിയാണ്. ഇപ്പം മോസ്റ്റ്ലി ആൾക്ക് ഇഷ്ടമുള്ള പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ഓക്കെ ആണോ? എന്താ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളിപ്പോൾ പറയുന്ന ഈ കാര്യം കോംപ്രമൈസ് ചെയ്യാൻ റെഡി അല്ലാത്ത ബിഹേവിയർ ഉള്ള ഒരു പാർട്ട്ണറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ രണ്ട് പാർട്ട്നേഴ്സിന്റെയും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും റെസ്പെക്ട് ചെയ്യപ്പെടണം. അവിടെ ഏതെങ്കിലും ഒരു പാർട്ട്ണറിന്റെ കാര്യങ്ങൾ മാത്രം നടക്കുമ്പോൾ അവിടെ ഒരു ഇംബാലൻസ് ആണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കാതെ ഒരു മിഡിൽ ഗ്രൗണ്ടിൽ എത്താൻ പറ്റാതെ ഇതേ രീതി കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പാർട്ട്ണർ മാത്രം വഴക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. ഈ സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണറിനെക്കാട്ടിലും കൂടുതൽ പവർ സാക്രിഫൈസ് ചെയ്യാത്ത പാർട്ട്ണറിന് ആയിട്ട് തോന്നും. സാക്രിഫൈസ് ചെയ്യുന്ന പാർട്ട്ണറിനെ മെന്റലി കുറെ ഏരിയാസിൽ ഇത് എഫക്ട് ചെയ്ത് തുടങ്ങും. റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത് തുടങ്ങും. പിന്നെ ഓവറോൾ എല്ലാ കാര്യങ്ങളോടും ഒരു മടുപ്പ് ചിലപ്പോൾ തോന്നി തുടങ്ങിയേക്കാം. ഒരു മിഡിൽ ഗ്രൗണ്ട് എത്താൻ റെഡി ആവാത്ത റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഒരു റെഡ് ഫ്ലാഗ് ആണ്. കാരണം ഒരു റിലേഷൻഷിപ്പിൽ ബേസിക് ആയിട്ട് വേണ്ട മ്യൂച്വൽ റെസ്പെക്ട് ഇല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങളോ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കാൻ മടിക്കണ്ട എന്ന് പറയണം.